इनकी यहाँ पे चोट है हाथ में। Any comment on Priyanka ji's first day? प्रियंका जी क्या कहेंगे प्रियंका जी? चित हुई हूँ, सत्यनिष्ठा से प्रतिज्ञा करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगी। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूँगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगी। जय हिंद। പ്രിയങ്ക ഗാന്ധി MP എന്ന് ഇനി പറയാം. സത്യപ്രതിജ്ഞ ചെയ്ത് MP ആയി ചുമതലയേറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ ചേരിയിലെ MP മാരെല്ലാവരും തന്നെ ഭരണഘടനയുടെ ഒരു പതിപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അത് അതേപടി ആവർത്തിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയും. ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്തത്. MP ആയി സ്ഥാനമേറ്റത്. അങ്ങനെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഇനി അങ്ങോട്ട് പാർലമെന്റിൽ സ്വാഭാവികമായിട്ടും അദാനി വിഷയം, സംഭാൽ കലാപം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുമെന്നാണ് അറിയുന്നത്. അതിനെ ഏതൊക്കെ രീതിയിലാണ് ഭരണപക്ഷം പ്രതിരോധിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇനി കാണാനിരിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടേറെ ബില്ലുകളൊക്കെ പരിഗണിക്കുന്ന സെഷനാണ് വരാനിരിക്കുന്നത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ഉയർത്താനുള്ള സാഹചര്യം, അതിനെ പ്രതിനിധീകരിക്കാൻ കൃത്യമായി പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगी। जय हिंद। അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, അങ്ങനെ പ്രിയങ്ക ഗാന്ധി MP ആയിരിക്കുന്നു. ലോക്സഭയിലെ കന്നിദിനം, എന്തൊക്കെ വിഷയങ്ങളായിരിക്കാം ഇന്ന് വരുന്നത്? പ്രതിപക്ഷത്തിന്റെ ഒരു മൊത്തം ആവേശത്തിന് കാരണമായിട്ടുണ്ടോ പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് പ്രവേശം? മധു, വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രതിപക്ഷം. പ്രിയങ്ക ഗാന്ധി അങ്ങനെ ആദ്യമായി ലോക്സഭയിലേക്ക് എത്തിയിരിക്കുന്നു. അവർ സത്യപ്രതിജ്ഞ ചെയ്ത് MP ആയി ചുമതലയേറ്റിരിക്കുന്നു. നമ്മുടെ വയനാടിൻ്റെ MP ആയിട്ട് തീർച്ചയായിട്ടും ആദ്യമായി അവർ ഉയർത്താൻ പോകുന്ന കാര്യം വയനാടിൻ്റെ കേന്ദ്ര സഹായം വൈകുന്ന കാര്യം തന്നെയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയതാണ്. ആ ഒരു പ്രസംഗത്തിലേക്ക് അവർ ആ വയനാടിന് വേണ്ടിയുള്ള സഹായം എവിടെ എന്നുള്ള കാര്യം ഉയർത്തി ചോദിക്കുന്നത് കേൾക്കാൻ തന്നെയാണ് എല്ലാവരും. അത് പാർലമെന്റിനകത്തുള്ള പ്രതിപക്ഷ നേതാക്കളായാലും MP-മാരായാലും പാർലമെന്റിന് പുറത്തും അതുപോലെ തന്നെ വയനാട്ടിലുള്ള ജനതയും എല്ലാം തന്നെ ആ വാക്കുകൾ കേൾക്കാൻ വേണ്ടി പാർലമെന്റിനകത്ത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾ മുഴങ്ങുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നാൻഡഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചവാൻ കൂടിയാണ് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ലോക്സഭാ നടപടികൾ ആരംഭിക്കുമെന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ രാജ്യസഭാ നടപടികളും ആരംഭിക്കും. അദാനി വിഷയത്തിലാണ് എന്തായാലും ലോക്സഭയിലൊരു അടിയന്തര പ്രമേയ നോട്ടീസ് നിലവിൽ മാണിക്യം ടാഗോർ നൽകിയിരിക്കുന്നത്. അതിലടക്കം എന്തായാലും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നടക്കണം എന്നുള്ള കാര്യം പ്രതിപക്ഷം ആവശ്യപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ പ്രതിപക്ഷത്തിൻ്റെ എനർജി അത് വളരെ വലുതായിരിക്കുമെന്ന് പറയാൻ സാധിക്കും. കാരണം പ്രിയങ്ക ഗാന്ധി അവരുടെ കൂട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പ് എന്ന് പ്രിയങ്കയുടെ എൻട്രി പൊളിറ്റിക്സിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കിയിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ സീറ്റിലേക്ക് രാഹുൽ ഗാന്ധി ഒഴിയുന്നു എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധി നിങ്ങളെ പ്രതിനിധീകരിക്കാൻ വരുമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ആ ഒരു പത്രസമ്മേളനം. നമുക്കെല്ലാം ഓർമ്മയുണ്ട്. അന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യമുണ്ട്, ഇനി മുതൽ വയനാടിന് ഒരു MP അല്ല 2 MP ആണെന്നുള്ള കാര്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതിനോടൊപ്പം തന്നെ ഇതാ പ്രിയങ്ക ഗാന്ധിയും സഭയിലേക്ക് എത്തുന്നു, ലോക്സഭയിലേക്ക് എത്തുന്നു. വയനാടിൻ്റെ ശബ്ദമായി എന്തായാലും പ്രിയങ്ക ഗാന്ധി മാറാൻ പോകുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയും ഉണ്ടാവും. അതുപോലെ തന്നെ പ്രതിപക്ഷ നിരയുടെ ആകെ ആ ഒരു എനർജി അത് വളരെ വലുതായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എല്ലാ പ്രതിപക്ഷ നേതാക്കളും, എല്ലാ കോൺഗ്രസ് MP-മാരടക്കം പറയുന്ന കാര്യമുണ്ട്, പ്രിയങ്ക തങ്ങളുടെ കൂട്ടത്തിലേക്ക് പാർലമെന്റിനകത്തേക്ക് എത്തുന്ന സമയത്ത് അത് വളരെ വലിയൊരു ഊർജ്ജമായിരിക്കും എന്തായാലും നൽകാൻ പോകുന്നതെന്ന്. ഇന്ന് വളരെ പ്രത്യേകതയുണ്ട്. അവർ എത്തുന്ന സമയത്ത് കേരള സാരി അണിഞ്ഞുകൊണ്ടാണ് പാർലമെന്റിനകത്തേക്ക് വന്നത്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കേരള സാരി ഉടുത്തുകൊണ്ടായിരുന്നു. അവിടെ നേരെ 10 ജൻപത്തിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ പോയി അവരെ കണ്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ചായിരുന്നു പാർലമെന്റിലേക്ക്, ലോക്സഭയിലേക്ക് എത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം വലിയ ആഘോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഈ 10 ജൻപത്തിൽ വെച്ചിട്ട്.
എന്തായാലും ഇനി അങ്ങോട്ട് സഭയ്ക്കകത്ത് എങ്ങനെയായിരിക്കും പ്രിയങ്കയുടെ ശബ്ദം ഉയർത്താൻ പോകുന്നുള്ള ആകാംക്ഷ വലിയ രീതിയിലുണ്ട്. ആ ശക്തി എത്രത്തോളം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ കൗതുകമുണ്ട്. എന്തായാലും പ്രതിപക്ഷ നിരയുടെ ആകത്തുകയിൽ ആ ഒരു വയനാട്ടിൽ നിന്നുള്ള ആഘോഷമാണ്, ലഡ്ഡു വിതരണമാണ്.